അത് അയ്യപ്പ സംഗമത്തെ തകർക്കാനുള്ള മാധ്യമ ഗൂഢാലോചന എന്നാണ് കേരളം ഞെട്ടിയ മാരകമായ ക്ഷേത്രക്കുള്ള വാർത്തയുടെ ആദ്യ നാളുകളിൽ CPM സർക്കാർ മന്ത്രിമാരൊക്കെ ഉരുക്കഴിച്ച് പറഞ്ഞത്. പിന്നീട് ആ സുഭാഷ് കപൂർ മോഡൽ മാഫിയ കോക്കസ് കാട്ടുകള്ളന്മാർ കൂട്ടത്തോടെ കൂട്ടിലായതും അയ്യപ്പനെ കാക്കാൻ ഏൽപ്പിച്ചവർ ആ കൊള്ളയ്ക്ക് ഉളുപ്പില്ലാതെ സാമന്തപ്പണി ചെയ്തതും നക്ഷത്രം പോലെ തെളിഞ്ഞതാണ്. ആ റെഡിമെയ്ഡ് ക്ലീഷേ ക്യാപ്സൂൾ പിന്നെ ആരും പറഞ്ഞു കേട്ടില്ല. ഇതായി നെൻവാസവും നേരത്തെ പോറ്റിയും മുരാരിയും അടക്കം കോൺസ്പിറസി തമ്പ്രാക്കന്മാർ പൊടിയും തട്ടി ഇറങ്ങിയ കട്ട മുതൽ എവിടെയെന്നോ മോഡസ് ഒപ്പറാണ്ടി എങ്ങനെയെന്നോ ആർക്കുമാർക്കും അറിയാതെ അന്വേഷണം അന്തരിക്കുന്നോ എന്നൊരു വിശ്വാസി ആശങ്കയ്ക്കിടയിൽ ആ വിശ്വാസികളെ ഗുണപ്പെടുത്താനെന്ന വ്യാജത്തിൽ സംഘടിപ്പിച്ചൊരു രാഷ്ട്രീയ സംഗമം ധൂർത്തിൽ തോന്നിയ വാസ്തവത്തിൽ വിശ്വാസികൾ കൊടുത്ത കോടിക്കണക്കിന് രൂപ വെറുതെ പൊടിച്ചു കളഞ്ഞൊരു നഷ്ടസംഗമം എന്ന കോടതിയിൽ കണക്കാണ് സാക്ഷ്യം. എല്ലാം സ്പോൺസർഷിപ്പ്, ഏതോ വ്യവസായികൾ കോടികൾ ഒഴുക്കും, ദേവസ്വത്തിന് നയാ പൈസയുടെ ചെലവില്ലെന്നൊരു സത്യവാങ്മൂലത്തിൽ കള്ളം പറഞ്ഞത് കോടതിയോട് മാത്രമല്ല, മന്ത്രിമാർ കേരളത്തോട് പറഞ്ഞു. എന്നിട്ട് ആ കണക്ക് പോയി ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്ന VN വാസവന്റെ കൈമലർത്തൽ ഇറസ്പോൺസിബിൾ ആണ്. എന്നിട്ട് ആ പോറ്റിയകത്താവാൻ നിമിത്തം ക്ഷേത്രക്കൊള്ള പുറത്തു വരാൻ കാരണം അയ്യപ്പ സംഗമം എന്നൊക്കെ ഒരു ചിരിയോടെ പറയുന്ന വാസവൻ സാറേ നമോവാകം. ആ വിശ്വാസികളെ ഉദ്ധരിക്കാനുള്ള പരിപാടി എന്നായിരുന്നു വാദമെങ്കിൽ ആ ഫ്ലെക്സിൽ നിറയേണ്ടത് അയ്യപ്പനാണല്ലാതെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അല്ല. രാഷ്ട്രീയ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ് വിദ്വേഷം പറയുന്ന നേതാവിനെ കെട്ടിയെഴുന്നള്ളിക്കൽ, ഏതോ കിട്ടാക്കളിപ്പാട്ടം കിട്ടിയ ഒരു കുട്ടിയുടെ സന്ദേശത്തോടെ യോഗിയുടെ സന്ദേശം വായിക്കൽ, ഉദ്ദേശിച്ച രാഷ്ട്രീയ ലക്ഷ്യം 8 നിലയിൽ പൊട്ടിയത് അയ്യപ്പന്റെ ശക്തി എന്ന വിശ്വാസി പറയും. 4000 പേര് വരുന്നുവെന്ന് അതിന്റെ പകുതിയിൽ പകുതി പോലും ഇല്ലാതെ ഒഴിഞ്ഞ കസേരകളുടെ ഒറ്റനാൾ പരിപാടിക്ക് 7-8 കോടിയെങ്കിൽ വിളമ്പിയിട്ടുണ്ടാകണം പൊന്നുകൊണ്ട് കാച്ചിയ പൈനാപ്പിൾ പുളിശ്ശേരി. 45 നാളിലകം കണക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ തരാം എന്ന് പറഞ്ഞങ്ങ് ട്രപ്പീസ് കളിയെ കണക്ക് വെച്ചത് 5-ാം മാസം. അടിമുടി പോരായ്മയാണ് പൊരുത്തക്കേടുകളുടെ ഘോഷയാത്ര. ആ പരിപാടി നടത്തിപ്പിൽ എന്തോ ജർമ്മൻ ബന്ധം എന്നൊക്കെ പറഞ്ഞ് ടെൻഡറില്ലാതെ ആ സംഘം കോടികൾ തരപ്പെടുത്തിയെന്ന വാർത്ത സത്യമാണെങ്കിൽ വിളിക്കേണ്ടത് ഊരാളുങ്കലെന്നല്ല ഊറ്റാലുങ്കലെന്നാണ്. ഒരു പന്തല് കെട്ടാനും പഴയടത്തിന്റെ ഫുൾക്കാർ ഒട്ടിക്കും ബാക്കി PR-നും കൂമ്പടഞ്ഞു പോയ മാസ്റ്റർ പ്ലാൻ ചർച്ചകൾക്കും ഇത്രയും കോടികളൊന്നും അമ്പരക്കേണ്ട. ആ ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരടക്കം 3 മാസം ഓഫീസിൽ കുടിച്ച കാലിച്ചായക്ക് ചെലവ് 6,05,000-ലധികം രൂപയാണ്. സാറന്മാരെ, നാട്ടുകാരുടെ കാശാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അതെന്തൊരു ചായ കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.